ഇവിടെയാണ് ആന പന തള്ളിയിട്ട് അവിടേക്കിപ്പോൾ നമ്മൾ പോവാണ്. അവിടെ ആന തള്ളിയിട്ട് പന ഉന്തി തള്ളിയിട്ടാണ് ഉന്തി തള്ളിയിട്ടിട്ട് ആന പന ചീന്തിക. ഇതാ ആനൻ്റെ കാൽപ്പാട്. എന്താ പന ചീന്തിയിട്ട് ആകെ പൊളിച്ചുക. കുറേ ആൾക്കാർ പനംപൊടി എടുക്കുന്നുണ്ട്. ആന തള്ളിയിട്ടാണ്. കുറേ ആൾക്കാർ പനംപൊടി കൊണ്ടുപോകുന്നുണ്ട്. പന കുത്തിച്ചതച്ചു. ഇനി അത് പൊടി എടുക്കണം. നമുക്ക് വെള്ളത്തിൽ കലക്കി എടുക്കുക. വെള്ളമൊക്കെ റെഡിയാണ്. ഇനി തുണി കെട്ടണം. ഇങ്ങനെയാണ് പൊടി കലക്കിയെടുക്കുക. ഇങ്ങനെ മൊത്തം കലക്കിയെടുക്കാം. ശരിക്ക് തിരുമ്പിക്കുക. ഇങ്ങനെ തിരുമ്പി കഴുകി ലാസ്റ്റ് അതിൽ അടിയിൽ പൊടി ഇങ്ങനെ ഊറി നിൽക്കും. അതൊക്കെ തിരുമ്പി കഴുകട്ടെ. ഇതാണ് ചതച്ചത്. ഇവിടെ എടുത്ത മില്ലിലൊന്നും ഇപ്പോൾ ഇത് പൊടിക്കാൻ ഉള്ള ഇതില്ല, പൊടിക്കണില്ല. അപ്പോൾ വിരലിലിട്ട് കുത്തിയതാ. വിരലിലിട്ടിട്ടാണ് ചതച്ചേക്കണത്. കാട്ടാന വന്ന് പന തള്ളിയോണ്ട് പൊടി കിട്ടി. കാട്ടാന ഇവിടെ നമ്മളെ പേരൻ്റെ അടുത്തേക്ക് വന്ന് പന തള്ളി കുറേ ആൾക്കാർ കൊണ്ടുപോയി പൊളിച്ചിട്ട്.
നമ്മൾ കലക്കി ചെമ്പട്ടിയിൽ ഇതാണ് കലക്കിയ വെള്ളം. ഇനി ഇതിങ്ങനെ ഊറിയിട്ട് പൊടി ആകണം. ഇതിന് അതിൻ്റെ അടിയിൽ ശരിക്കും ഊറിയിട്ടുണ്ടാവും ഇപ്പം തന്നെ. ഉണ്ട്, പൊടി ഊറിക്കണം. വേണ്ട വേണ്ട അതാണ് പൊടി. ഇതിഞ്ഞ് മൊത്തം ഇങ്ങനെ ഊറിക്കഴിഞ്ഞാൽ ഫുള്ള് വെള്ള പൊടിയായി വരും. ഇനി ശരിക്കും ഊറി ഒക്കെ ക്ലിയറാക്കി എടുക്കട്ടെ. അതിൻ്റെ ചണ്ടിയ ഗ്യാസും കൂടി ഉണ്ടാകുന്നതിൽ കൊള്ളായിട്ട് വെച്ച് കഴിഞ്ഞ് വേറെ ചെമ്പൊക്കെ എടുക്കാം. ഒമ്പത് മണിക്കൂർ നമ്മൾ ഇത് കലക്കിയത് ഊറാൻ വെച്ചു. ഇത് 2 കളറായി വന്നു ഗ്യാസ്. ഇതെന്താ ഇങ്ങനെയെന്നാണോ? ഇതൊരു ഇളം കറുപ്പിൽ കളറ് വന്നു. ഇത് രണ്ടും നമ്മൾ കലക്കിയതാണ്. ഇത് ചുവപ്പ്, ഇത് കറുപ്പും. ഇതറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ ഇതിങ്ങനെ വരാൻ കാരണം എന്താണെന്ന്. ഇത് വെള്ളം തൂത്തിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. നെല്ല് കുട്ടികളൊക്കെ തൂക്ക മൊത്തം തുറച്ചിട്ടു. അഞ്ഞു കൊടുത്താ എങ്ങനെ? ഇതാണ് ഗ്യാസ് പൊടി. പൊടി കിലോ ഉണ്ടാവും. മറ്റേത് വേറെ പാത്രത്തിലാണ് അല്പം പഴം. എന്താ കേട്ടോ? പാല് ഓക്കെ, അത് മെല്ലെ അവിടെ നിർത്തിയൊക്കെ എന്താ വെച്ചാ മെല്ലെ തൂത്ത് പോകണ്ട. ഇത് കുഴപ്പമില്ല ഗൈസ്. ഇത് രണ്ടാമത് എടുത്തതാണ്. ഇത് എടുത്തതിൻ്റെ ശേഷം ബാക്കി വന്ന ചണ്ടിയാവ് ഒന്നുകൂടി ലേശം വെള്ളത്തിലിട്ടിട്ട് കഴുകി എടുത്ത് വെച്ചാണത്. ഇങ്ങനെയും വന്നു. ഇത് ശരിക്കും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പൊടി നല്ല വെള്ള കളറുണ്ട്. അതിൻ്റെ മട്ടാണ് നമ്മളിത് ബാക്കി ഉണ്ടായിരുന്ന പനൻ്റെ അത് കൊത്തിക്കൊടുന്ന് ഇവിടെ കാപ്പുറമ്പ് പൊടിക്കണ മില്ലുണ്ട് പറഞ്ഞിട്ട് അവിടുന്ന് ചതച്ച് കൊടുന്നതാണ്. നമ്മൾ ഫസ്റ്റ് എടുത്തത് അവിടെ ഉണ്ട്. ഇതൊന്ന് കലക്കി നോക്കട്ടെ. ഇതെന്താ എങ്ങനെ വരിക നോക്കട്ടെ. കിലോത്തിന് 15 ഉറുപ്പ്യ അല്ലേ? കിലോത്തിന് 15 ഉറുപ്പ്യാണ് ചതക്കാൻ. 19 കിലോ.
ഇതുണ്ട്. ഇതൊന്ന് കഴുകിയിട്ട് നോക്കട്ടെ ഇതെങ്ങനെ ഇത് എങ്ങനെ കിട്ടുമെന്ന് നോക്കുക. ഇത് കഴിക്കുക. അതിലിട്ട് തിരുമ്പി ഇങ്ങോട്ട് അത് അങ്ങനെ. ഇനി ഇതെടുത്ത് ക്ലിയറായിട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ ആവണമെന്ന് നോക്കുക. ഇതും കലക്കി ഇതും ശരിക്ക് കലക്കി ഇത്തിച്ചതിൻ്റെ ചണ്ടിയാണത്. ഇനി ഇതിന്ന് എങ്ങനെ കിട്ടണമെന്ന് നോക്കുക. പൊടി റെഡിയായി. ഇതിൻ്റെ മുകളിലൊരു കറുത്ത ഇതുണ്ടായിരുന്നു, അത് വേറെ വസിക്ക് ഒഴിവായിക്കണു. അടിയിലാണ് നല്ല വെള്ളപ്പൊടിയാണ്. ആണോ, ഫുള്ള് നല്ല വെള്ളപ്പൊടിയാണ്. ഇതാണ് പനവരക്കപ്പൊടി. ഇതതിൻ്റെ കറയാണ് മട്ട്. ഇനി തുണിയിലാക്കി വെച്ച ഇനി വിരകിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കണം. പനമ്പൊടി വിരകാണ്. തേങ്ങ പൊട്ടിട്ടു പരക്കാം. ഇതൊക്കെ നമ്മള് തേങ്ങ ഇട്ടുക്കണു. നമ്മൾ നല്ല ഇളക്കാണ്. അപ്പോൾ ഗൈസ്, പന വിരകി തേങ്ങയും ഉപ്പും മാത്രമേ ഇതിട്ടുള്ളൂ. മധുരം വേണമെങ്കിൽ ഇടാം, മധുരം വേണ്ടവർക്ക്. ബോട്ടി മധുരം ഇട്ട് കഴിഞ്ഞാൽ ഇറച്ചി മീനൊന്നും അതിൽ കൂടി രസം ഉണ്ടാവില്ല. അതുകൊണ്ട് മധുരം ഇട്ടിട്ടില്ല. തിന്നോക്കട്ടെ, കഴിച്ചോക്കട്ടെ. ബിസ്മില്ലാ. ആഹാ, നല്ല രസമുണ്ട്. ഇത് മധുരം ഇട്ടിട്ട് വെക്കാം, മധുരം ഇടാതെയും വെക്കാം. മധുരം ഇടാതെ വെക്കുകയാണെങ്കിൽ ഇത് ഇറച്ചിയോ മീനോ ഒക്കെ കൂട്ടി തിന്നാൽ ഭയങ്കര രസമാണ്. മധുരം ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ രസമാണ്. അടിപൊളിയാകും.
കാട്ടാന വന്ന് നമ്മളെ പേരൻ്റെ അടുത്തത്തെ പന തള്ളിയിരിക്കണം. ആന തള്ളി പൊടിച്ചിട്ട് പോകും. അത് പൊടി പോയി ചോറെടുത്ത് കുത്തിപ്പൊഞ്ഞ് എടുത്തുകൊണ്ട് പൊടി കിട്ടി. മഴക്കാലമായിട്ട് ആനയൊക്കെ കണ്ടമാനം ഇറങ്ങുന്നുണ്ട് നമ്മളെ പേരൻ്റെ അടുത്ത് കൂടി. അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണാം. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം.